Hello, welcome back. This is the part 3 video of the chapter Decision Making Under Risk and Uncertainty. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടെക്നിക്സിനെ പറ്റിയിട്ട് റിസ്ക് അനാലിസിസിൻ്റെ ഡിഫറെൻറ്റ് ടെക്നിക്സിനെ പറ്റിയിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ ഫസ്റ്റ് മെത്തേഡ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് മെത്തേഡാണ് സെർട്ടൈനിറ്റി ഇക്വലൻറ്റ് മെത്തേഡ്, അതല്ലെങ്കിൽ സെർട്ടൈനിറ്റി ഇക്വലൻറ്റ് കോഎഫിഷ്യൻറ്റ് മെത്തേഡ് എന്നറിയപ്പെടുന്ന മെത്തേഡ്. ഈ മെത്തേഡ് പ്രകാരം നമ്മുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോനെ നമ്മൾ ഒന്നുകൂടി സെർട്ടൈൻ ആക്കുകയാണ്. നമ്മുടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോനെ ഇത്ര ഭാഗം നമുക്ക് ഉറപ്പാണ്, സെർട്ടൈൻ ആണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് പിന്നീട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഡിസ്കൗണ്ടിങ് മെത്തേഡ്സൊക്കെ അപ്ലൈ ചെയ്യണം. അതായത് നേരത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നേരത്തെ അരുൺ ലിമിറ്റഡിൽ പ്രൊജക്റ്റ് എക്സിൽ നിന്ന് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഫസ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ ആയിട്ട് നമ്മൾ അതിൽ ക്വസ്റ്റ്യനിലുള്ളത് 1,80,000 ആണ്. ഈ മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൽ സെർട്ടൈൻ ആയിട്ട് എത്ര കിട്ടുമെന്ന് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. അതായത് 1,80,000 ആണ് എക്സ്പെക്റ്റഡ്, പക്ഷേ അതിൻ്റെ ഒരു 80% നമുക്ക് സെർട്ടൈൻ ആണ്, എന്തായാലും കിട്ടും, ബാക്കി നമുക്ക് അൺസെർട്ടൈൻ ആയിരിക്കാം എന്ന് പറയാണ്. അപ്പോൾ 1,80,000ൻ്റെ 80% എന്ന് പറയുമ്പോൾ 1,44,000. അപ്പോൾ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോനെ നമ്മളൊരു ലെവൽ ഓഫ് കോൺഫിഡൻസ് വെച്ചിട്ട് എന്താക്കാണ്, സെർട്ടൈൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണ്. ആ സെർട്ടൈൻ ക്യാഷ് ഫ്ലോയിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ പ്രസൻറ്റ് വാല്യൂ കണ്ടിട്ട് പിന്നീട് കോസ്റ്റൊക്കെ കുറച്ച് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാണുന്നു. അതിലുള്ള ഏത് പ്രൊജക്റ്റിനാണോ ഹയസ്റ്റ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഉള്ളത് അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ ചെയ്ത മെത്തേഡിൽ നമ്മളൊരു സ്റ്റെപ്പ് കൂടി ഇവിടെ എക്സ്ട്രാ ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ ഈ ഒരു മെത്തേഡ് പ്രകാരമുള്ള ആൻസറായി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇതിൻ്റെ സ്റ്റെപ്സ് ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കാം, അതിനുശേഷം പ്രോബ്ലത്തിലേക്ക് വരാം. പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിക്കോളും. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് സെർട്ടൈനിറ്റി ഇക്വലൻറ്റ് കോഎഫിഷ്യൻറ്റ്, ദാറ്റ് ഇസ് CEC ഇഫ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. മിക്കവാറും ഇത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും ഈ CEC വാല്യൂ, നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കില്ല. ഇനി അഥവാ തന്നില്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യണം. അത് കാണാനുള്ള ഫോർമുലയാണ് താഴെയുള്ളത്. റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ എത്രയാണ് എന്ന് ക്വസ്റ്റ്യനിലുണ്ടാവും, അതേപോലെ റിസ്കി ക്യാഷ് ഫ്ലോ എത്രയാണ്. ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആ ഒരു വാല്യൂ, അതാണ് സെർട്ടൈനിറ്റി ഇക്വലൻസ് കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ ഇത് തന്നിട്ടുണ്ട്. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ സമയത്ത് അതിൽ essay ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, അതിലും ഈ വാല്യൂ തന്നിട്ടുണ്ട്. മിക്കവാറും തന്നിരിക്കും ക്വസ്റ്റ്യനിൽ. ഇനി ഇൻ കേസ് വന്നിട്ടില്ല എങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ആ വാല്യൂ കണ്ടുപിടിക്കാം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കണ്ടുപിടിച്ച ആ വാല്യൂ CEC വാല്യൂ അതിനെ നമ്മുടെ ക്യാഷ് ഫ്ലോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് കിട്ടുന്നതാണ് നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ, സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ബാക്കി സ്റ്റെപ്സൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്സ് തന്നെയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫൈൻഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ. നമുക്ക് കിട്ടിയിട്ടുള്ള ക്യാഷ് ഫ്ലോ ഉണ്ടല്ലോ റിസ്ക് അഡ്ജസ്റ്റ് ചെയ്ത്, അതിന് നമ്മൾ PV ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടേബിളൊക്കെ നോക്കിയിട്ട് ആ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആ ഒരു ക്യാഷ് ഫ്ലോൻ്റെ പ്രസൻറ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ള പ്രസൻറ്റ് വാല്യൂ, ഓരോ വർഷത്തെ പ്രസൻറ്റ് വാല്യൂൻ്റെ ടോട്ടൽ കാണുക, അതിൽ നിന്ന് കോസ്റ്റ് മൈനസ് ചെയ്യുക, കിട്ടുന്ന സാധനമാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ. അതിൽ 2 പ്രൊജക്റ്റിൻ്റെ അങ്ങനെ നോക്കുക, ഏതാണോ ഹയസ്റ്റ് ആ പ്രൊജക്റ്റാണ് ബെസ്റ്റ് പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യനിൽ 2 പ്രൊജക്റ്റ് ഉണ്ട്. അഗെയിൻ പ്രൊജക്റ്റ് A ആൻഡ് B, രണ്ടിൻ്റെയും കോസ്റ്റ് സെയിം ആണ്, 1 lakh ആണ്. എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ 3 വർഷത്തേക്ക് 2 പ്രൊജക്റ്റിൻ്റെ ഉള്ളത് നമുക്കിവിടെ ഒരു ടേബിൾ ഫോമിൽ തന്നിട്ടുണ്ട്. പ്ലസ് നമുക്ക് എക്സ്ട്രാ ഒരു എലമെൻറ്റ് തന്നിട്ടുണ്ട്, CE കോഎഫിഷ്യൻറ്റ്, സെർട്ടൈനിറ്റി ഇക്വലൻറ്റ് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ നമ്മളിത് നേരത്തെ പറഞ്ഞു ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ തന്നിട്ടുണ്ടാവുന്ന. അപ്പോൾ ഇവിടെ അത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് നമ്പർ 1 ചെയ്യാനൊന്നുമില്ല, കാൽക്കുലേഷനൊന്നുമില്ല. ഇനി സ്റ്റെപ്പ് നമ്പർ 2ലേക്കാണ് നമ്മൾ പോകുന്നത്. തന്നിരിക്കുന്ന ക്യാഷ് ഫ്ലോനെ ഈ CEC കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെർട്ടൈൻ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാം. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡിൽ നിന്നും എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ട ഏക സ്റ്റെപ്പ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ കൂടി മനസ്സിലാക്കുക.
ഇവിടെ പ്രൊജക്റ്റ് എൻ്റെത് സൊല്യൂഷനിൽ നിങ്ങൾക്ക് കാണാം ഇയർ 1 to 3 കാണിക്കുന്നുണ്ട്. ക്യാഷ് ഇൻഫ്ലോസ് എത്രയായി കാണിക്കുന്നുണ്ട്. CE കോഎഫിഷ്യൻറ്റ് 0.8, 0.7, 0.9 എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ക്യാഷ് ഫ്ലോ ആയ 60,000നെ ഈ CE കോഎഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 48,000 കിട്ടും. എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കുക. 60,000 ആണ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ. അതിൻ്റെ 0.8 അതായത് 80% ഇവർ സെർട്ടേനായിട്ട് കിട്ടുന്ന ഇവർക്ക് ഉറപ്പുണ്ട്. ഈ ഫ്യൂച്ചറിൽ ക്യാഷിൻ്റെ കാര്യത്തിൽ ഈ 60,000ൽ 80% ഉറപ്പാണ്. അതായത് 48,000 മസ്റ്റായിട്ട് കിട്ടും എന്നാണ് ഇവിടെ ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസ് വെച്ചിട്ട് ഇവിടെ നമ്മളതിനെ കൺവേർട്ട് ചെയ്യാണ് സെർട്ടേൻ ആക്കിയിട്ട്. അതേപോലെ സെക്കൻഡ് ഇയറിൽ 50,000 ആണ്. 0.7 എന്ന് പറയുമ്പോൾ 70% മസ്റ്റായിട്ട് നമുക്ക് കിട്ടും എന്നവർ ഉറപ്പിച്ച് പറയുകയാണ്. അങ്ങനെ ആ ക്യാഷ് ഫ്ലോനെ 35,000 ആയിട്ട് സെർട്ടൈൻ ക്യാഷ് ഫ്ലോ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇത് തന്നെ തേർഡ് ഇയറിലും ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ സംഭവത്തിന് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് പ്രകാരം 1 to 3 ഇയറുകളിലെ ഡിസ്കൗണ്ടിങ് ഫാക്ടറൊക്കെ വെച്ചിട്ട് പ്രസൻറ്റ് വാല്യൂ കാണുന്നു. ഓക്കെ, സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. കാൽക്കുലേഷൻ ഓഫ് പ്രസൻറ്റ് വാല്യൂ എന്നുള്ള ആ ഏരിയയിലേക്ക് ശ്രദ്ധിക്കുക. അവിടെ ഇയർ 1 നമ്മളിപ്പം കണ്ടുപിടിച്ച സെർട്ടൈൻ ക്യാഷ് ഫ്ലോസ് ആണ് അവിടെ എഴുതിയിട്ടുള്ളത് 48,000. അതേപോലെ ഇയർ 2ലും ഇയർ 3ലും. ഇനി ഡിസ്കൗണ്ടിങ് ഫാക്ടർ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റിസ്ക് ഫ്രീ കട്ട് ഓഫ് റേറ്റ് 10% ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ 10% വെച്ചിട്ട് നമുക്ക് എന്താക്കാം, പ്രസൻറ്റ് വാല്യൂ ടേബിൾ നോക്കിയിട്ട് വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഇയറിൽ 0.909, സെക്കൻഡ് ഇയറിൽ 0.826, തേർഡ് ഇയറിൽ 0.751. ഇതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ, കഴിഞ്ഞ മെത്തേഡിൽ ചെയ്ത പോലെ ക്യാഷ് ഫ്ലോസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പ്രസൻറ്റ് വാല്യൂ നമുക്ക് കിട്ടും. അതിൻ്റെ ടോട്ടൽ കാണുക. അതിൽ നിന്ന് ഇനീഷ്യൽ കോസ്റ്റ് ആയിട്ടുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ്, ആ കോസ്റ്റ് 1 lakh മൈനസ് ചെയ്യുക. NPV കിട്ടും 6,337. ഇതേ കാര്യങ്ങളൊക്കെ തന്നെ പ്രൊജക്റ്റ് ബിയിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, CEC കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെർട്ടൈൻ ക്യാഷ് ഫ്ലോ ആക്കി മാറ്റുക. അതിൽ നിന്ന് ഡിസ്കൗണ്ട് ഫാക്ടർ 10% വെച്ചിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇയർത്തെ കാണുക, അതിൻ്റെ ടോട്ടൽ ചെയ്യുക, കോസ്റ്റ് മൈനസ് ചെയ്യുക, NPV കിട്ടി. അപ്പോൾ ഇതിൽ ഹയർ NPV ഉള്ളത് പ്രൊജക്റ്റ് ബിക്കാണ്. മീൻസ് പ്രോഫിറ്റ് കൂടുതലുള്ള NPV എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കിട്ടിയ പ്രോഫിറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ, ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന പ്രോഫിറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ അത് 13,446 ആണ്. ഹയർ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാം. ക്ലിയർ? ഇനി നമ്മൾ ഇതിനെപ്പറ്റി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ആ ഒരു തിയറി പോർഷൻ കൂടി ഞാനൊന്ന് കവർ ചെയ്യാം. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റിന് അൺസർട്ടൈൻ പോർഷന്, അൺസർട്ടൈൻ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ നമ്മൾ സെർട്ടൈൻ ആക്കി മാറ്റുന്നു. പിന്നെ പറഞ്ഞത് ദിസ് ഇസ് ഡൺ ബൈ അപ്ലൈയിങ് എ ഫാക്ടർ കോൾഡ് സെർട്ടൈനിറ്റി ഇക്വലൻറ്റ് ഫാക്ടർ ടു ഈച്ച് ക്യാഷ് ഫ്ലോ. നമ്മൾ ഓരോ ക്യാഷ് ഫ്ലോക്കും ഈ CEC അപ്ലൈ ചെയ്തു. CEC എന്ന് പറയുന്നത് 0 to 1 ഇൻ ബിറ്റ്വീനുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഓക്കെ, അതിൽ ക്ലോസർ ടു 1 ആവും തോറും ഹൈ കോൺഫിഡൻസ് ഇൻ റിസീവിങ് ദ ക്യാഷ് ഫ്ലോ. 1 അടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, 100% അടുക്കുക എന്നാണ്. മീൻസ് ആ ഒരു ക്യാഷ് ഫ്ലോ, ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ കിട്ടും നമുക്ക് സെർട്ടൈൻ ആണ്. നേരെ മറിച്ച് 0 അടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ലെവൽ ഓഫ് കോൺഫിഡൻസ് കുറയുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ തന്നെ തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. അതിൽ 0.9 ഉണ്ട്. പ്രോജക്റ്റ് ബീൻ്റെ ഫസ്റ്റ് ഇയർ 0.9 ആണ് കോഎഫിഷ്യൻ. സെക്കൻഡ് ഇയർ 0.8 ആണ്. കാരണം എന്താണ്, അവിടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയാണ്. 90%, 80% ഈ ക്യാഷ് ഫ്ലോ നമുക്ക് കിട്ടുന്നുള്ള കോൺഫിഡൻസ് ലെവൽ കൂടുകയാണ്. അപ്പം 1 അടുക്കും തോറും ഹൈ ആയിരിക്കും, 0 അടുക്കും തോറും കുറവായിരിക്കും ലെവൽ ഓഫ് കോൺഫിഡൻസ്. പിന്നെന്താ പറഞ്ഞത്, ദ അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോസ് ആർ ദെൻ ഡിസ്കൗണ്ടഡ് യൂസിങ് എ റിസ്ക് ഫ്രീ റേറ്റ് ടു കാൽക്കുലേറ്റ് ദ പ്രസൻറ്റ് വാല്യൂ. നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ ഈ ക്യാഷ് ഫ്ലോനെ നമ്മളൊന്ന് കോൺഫിഡൻസിൻ്റെ ബേസിൽ അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം ഡിസ്കൗണ്ട് ഫാക്ടർ യൂസ് ചെയ്തിട്ട് ഒരു റിസ്ക് ഫ്രീ റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ട് പ്രസൻറ്റ് വാല്യൂ കാണുന്നു. അതിനുശേഷം നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാണും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു മെത്തേഡ്. ശ്രദ്ധിക്കേണ്ട കാര്യം, essay ആയിട്ട് ഏതെങ്കിലും ഒരു മെത്തേഡ് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ചില പ്രാവശ്യം 2 മെത്തേഡ് ഒരുമിച്ച് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു ഇയറിലാണ് നോക്കുകയാണെങ്കിൽ CEC മെത്തേഡാണ് essay ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ അതിൻ്റെ ഉള്ളിലുള്ളൊരു ക്വസ്റ്റ്യനായിട്ട് ഇതേ സംഭവം നിങ്ങൾ റിസ്ക് അഡ്ജസ്റ്റഡ് മെത്തേഡ് പ്രകാരം എങ്ങനെ കാണാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ മെത്തേഡ്സൊക്കെ കൃത്യമായിട്ട് പഠിക്കാം. നെക്സ്റ്റ് മെത്തേഡിലേക്ക് പോവാം. ഇനിയുള്ളത് മോഡേൺ ടെക്നിക്സ് ആണ്. ഇതുവരെ നമ്മൾ ട്രഡീഷണൽ ആണ് പഠിച്ചത്. അടുത്തത് മോഡേൺ ടെക്നിക്കാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. ഇതിൽ പറയുന്നത് ഇറ്റ്സ് എ ടെക്നിക് ഓഫ് മെഷറിംഗ് ദ ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് പ്രോജക്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എ പ്രോജക്ട്സ് ക്യാഷ് ഇൻഫ്ലോ. ഒരു പ്രൊജക്റ്റിൻ്റെ ക്യാഷ് ഇൻഫ്ലോനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിലുണ്ടാവുന്ന ചേഞ്ച് കാരണം, ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് താഴെ തന്നിട്ടുണ്ട്. പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്, പ്രൊജക്റ്റിൻ്റെ ലൈഫ് എത്രയാണ്, റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എങ്ങനെയാണ് ഇപ്പോൾ എക്കണോമിയിലുള്ളത്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിലുള്ള ചേഞ്ച് കാരണം പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ഇത് മെഷർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതായത് ഈ ഫാക്ടേഴ്സ് കാരണം എങ്ങനെയാണ് പ്രോഫിറ്റ് ചേഞ്ച് ആവുന്നത്. ഓക്കെ, സിംപ്ലി മീൻസ് ഹൗ സെൻസിറ്റീവ് ദ പ്രൊജക്റ്റ് ഇസ്, എത്രത്തോളം ഈ പ്രൊജക്റ്റ് സെൻസിറ്റീവാണ്. ഹൈ സെൻസിറ്റീവ് ആണെങ്കിൽ ആ പ്രൊജക്റ്റ് റിസ്ക്കി ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ 3 അസംഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഒപ്റ്റിമിസ്റ്റിക് അസംഷൻ. അതായത് പോസിറ്റീവ് കണ്ടീഷനിൽ ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ് ക്യാഷ് ഇൻഫ്ലോ. നെക്സ്റ്റ് പെസിമിസ്റ്റിക് മീൻസ് നെഗറ്റീവ് കണ്ടീഷൻസിൽ എങ്ങനെയാണ് ക്യാഷ് ഇൻഫ്ലോ വരുന്നത്. പിന്നെ മോസ്റ്റ് ലൈക്ലി, അതായത് നോർമൽ കണ്ടീഷനിൽ എങ്ങനെയാണ് ക്യാഷ് ഇൻഫ്ലോ വരുന്നത്. ഇങ്ങനെ 3 അസംഷൻസിൻ്റെ ബേസിലാണ് ഇവിടെ നമ്മൾ NPV കാണുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം അതായത് ഈ 3 അസംഷൻസ് വെച്ചിട്ട് ക്യാഷ് ഇൻഫ്ലോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുന്നേ ചെയ്ത 2 മെത്തേഡിലുള്ള ബാക്കിയുള്ള സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, അതിൻ്റെ ടോട്ടൽ കാണുന്നു, കോസ്റ്റ് മൈനസ് ചെയ്യുന്നു, NPV കാണും. ക്ലിയർ? ഇവിടെ NPV ഈ 3 സിറ്റുവേഷൻസിലുള്ള NPVകൾ വല്ലാണ്ട് വാരി ചെയ്യുന്നുണ്ട്, ഡിഫറൻഷ്യേറ്റഡ് ആണ് എങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് ഹൈ റിസ്ക്കിയാണ് എന്നാണ് അസംഷനിലെത്താം. ഓക്കെ, അപ്പോൾ അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, നമ്മളിതുവരെ ചെയ്ത പോലെ തന്നെ. ഇനി പ്രോബ്ലം ചെയ്യുമ്പം കൂടുതൽ ക്ലിയർ ആവും. പ്രോബ്ലത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എ ലിമിറ്റഡ് കമ്പനി വാണ്ട്സ് ടു ഇവാലുവേറ്റ് 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ് X and Y എന്ന് പറഞ്ഞ 2 പ്രൊജക്ട്സ് ഉണ്ട്. 2 പ്രൊജക്റ്റിൻ്റെയും കോസ്റ്റ് സെയിം തന്നെയാണ്, 20,000. ആനുവൽ ക്യാഷ് ഫ്ലോ, ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ മുന്നേ ചെയ്തതുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. മുന്നേ ഉള്ള ക്വസ്റ്റ്യനിലൊക്കെ ഓരോ വർഷത്തെയും എസ്റ്റിമേറ്റഡ് ക്യാഷ് ഫ്ലോ ആണ് കാണിച്ചിരുന്നത്, ക്യാഷ് ഇൻഫ്ലോ. ഇവിടെ നെക്സ്റ്റ് 10 ഇയേഴ്സിൽ കിട്ടുന്ന മൊത്തത്തിലുള്ള ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദ ആനുവൽ ക്യാഷ് ഫ്ലോ ഫ്രം ഈച്ച് ഓഫ് ദ പ്രൊജക്റ്റ് ഇസ് എസ്റ്റിമേറ്റഡ് അറ്റ് 5,000 ഇൻ ദ നെക്സ്റ്റ് 10 ഇയേഴ്സ്. അടുത്ത 10 വർഷത്തിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ് പറഞ്ഞത്, ഓരോ വർഷത്തെയും കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ട ടേബിൾ നമ്മൾ ഇതുവരെ നോക്കിയ ടേബിളല്ല, ടേബിൾ 2 ആണ്. സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക. ടേബിൾ ഹെഡിങ് കാണാം. പ്രസൻറ്റ് വാല്യൂ ഓഫ് ₹1 റിസീവ്ഡ് ആനുവലി ഫോർ n ഇയേഴ്സ്, ഇത്ര ഇയേഴ്സിനേക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ 10 ഇയേഴ്സാണ് പറഞ്ഞത്. അപ്പോൾ 10th ഇയറിലുള്ള റേറ്റ് അവിടെ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് 10% എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 10%ൽ 10th ഇയർ കോളത്തിലുള്ള വാല്യൂ നോക്കുക. ആ വാല്യൂ വരുന്നത് 6.145 ആണ്. പിന്നെ പറയുന്നത് 3 അസംഷൻസ് ആണ്, ഒപ്റ്റിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി ആൻഡ് പെസിമിസ്റ്റിക് അസംഷൻസ്. അതിലൊക്കെ ഈ പറഞ്ഞ 2 പ്രൊജക്റ്റും, പ്രൊജക്റ്റ് എക്സും വൈയും എത്ര ക്യാഷ് ഇൻഫ്ലോ തരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി പറഞ്ഞു 10 വർഷത്തിൽ 5,000 ആണ്. പിന്നെ പറഞ്ഞു പെസിമിസ്റ്റിക് കണ്ടീഷനിൽ 4,000 ആണ്, മോസ്റ്റ് ലൈക്ലി കണ്ടീഷനിൽ 5,000 ആണ്, ഒപ്റ്റിമിസ്റ്റിക് കണ്ടീഷനിൽ 6,000ഉം മറ്റേത് 10,000 ആണ് പ്രൊജക്റ്റ് വൈ തരുന്നത്. ഇങ്ങനെ ക്യാഷ് ഇൻഫ്ലോനെ 3 ടൈപ്സ് ആയിട്ട്, അല്ലെങ്കിൽ 3 കണ്ടീഷൻസിൽ എങ്ങനെയൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതിൽ പ്രൊജക്റ്റ് എക്സിൻ്റെ ക്യാഷ് ഫ്ലോ അവിടെ എഴുതിയിട്ടുണ്ട് 3 കണ്ടീഷനിലെയും, 4,000, 5,000, 6,000. പിന്നെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ 10% ആണ് നേരത്തെ പറഞ്ഞു. വാല്യൂ നമ്മൾ നേരത്തെ ടേബിൾ നോക്കി കണ്ടുപിടിച്ചു, 6.145 ആണ് 10th ഇയറിൽ. അതിനെ മൾട്ടിപ്ലൈ ചെയ്തു, നമ്മൾ മുന്നേയൊക്കെ ചെയ്ത മെത്തേഡിൽ പോലെ ക്യാഷ് ഇൻഫ്ലോയും ഡിസ്കൗണ്ടിങ് ഫാക്ടറും മൾട്ടിപ്ലൈ ചെയ്ത് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചു. അതിനുശേഷം ഓരോ പ്രസൻറ്റ് വാല്യൂവിൽ നിന്നും
നമ്മൾ കോസ്റ്റിനെ മൈനസ് ചെയ്തു NPV കണ്ടു. അപ്പോൾ നേരത്തെയുള്ള മെത്തേഡ്സുമായിട്ടുള്ള ഡിഫറൻസ് ഇവിടെ മനസ്സിലാക്കുക. നേരത്തെ നമ്മൾ ഓരോ ഇയർ വൈസ് ആയിരുന്നു ക്വസ്റ്റ്യൻ തന്നത്. ഓരോ ഇയറിലെയും നമ്മൾ ഡിസ്കൗണ്ടിങ് ഫാക്ടർ വെച്ചിട്ട് പ്രസൻറ്റ് വാല്യൂ കണ്ടു. എന്നിട്ട് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂന്ന് കോസ്റ്റ് മൈനസ് ചെയ്തു. ഇവിടെ വ്യത്യാസം വരുന്നത് ക്വസ്റ്റ്യനിൽ 10 വർഷത്തേക്കുള്ള ആ ഒരു എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ ആണ് തന്നിട്ടുള്ളത് 3 കണ്ടീഷനിലായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ കണ്ടീഷനിലും നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാണുകയാണ്. ഓരോ പ്രസൻറ്റ് വാല്യൂന്നും കോസ്റ്റ് മൈനസ് ചെയ്തിട്ട്, കോസ്റ്റ് 20,000 ആയിരുന്നു തന്നത്, അത് മൈനസ് ചെയ്തിട്ട് ഓരോ കണ്ടീഷനിലും നമ്മൾ NPV കണ്ടു. ഇതേപോലെ തന്നെ പ്രോജക്റ്റ് വൈക്കും കണ്ടു. ഓക്കെ, ഇനി ഇവിടെ നോക്കേണ്ടത് ഹയസ്റ്റ് NPV തരുന്ന പ്രോജക്റ്റ് ഏതാണെന്നല്ല, ഏത് പ്രൊജക്റ്റാണ് ഈ 3 കണ്ടീഷനിലും ഭയങ്കരമായ ഡിഫറൻസ്, വേരിയേഷൻസ് കാണിക്കുന്നത്, അതാണ് കൂടുതൽ റിസ്ക് ആയിട്ടുള്ള പ്രൊജക്റ്റ് എന്നാണ് ഇവിടെ അസംഷൻ. ഇപ്പോൾ മുന്നേ ഉള്ള മെത്തേഡ്സിലൊക്കെ ഹയസ്റ്റ് NPV തരുന്ന പ്രൊജക്റ്റിനെയാണ് നമ്മൾ എടുക്കുക. ഇവിടെ എങ്ങനെയല്ല, ഈ 3 കണ്ടീഷനിലും NPV ഭയങ്കരമായിട്ട് വാരി ചെയ്യുന്നത് പ്രൊജക്റ്റ് ഏതാണ്, അതാണ് മോസ്റ്റ് റിസ്കി പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊജക്റ്റ് എക്സ് നോക്കുകയാണെങ്കിൽ NPV വരുന്നത് 4,580, 10,725, 16,870. മറ്റേതിലാണെങ്കിൽ -20,000 ആണ്, അതായത് ലോസ് ആണ് 20,000. മോസ്റ്റ് ലൈക്ലി കണ്ടീഷനിലാണെങ്കിൽ 10,725 ആണ്. ഒപ്റ്റിമിസ്റ്റിക് കണ്ടീഷനിലാണെങ്കിൽ 41,450 ആണ്. അപ്പോൾ അവിടെ ഈ 3 കണ്ടീഷനിലും റിട്ടേൺസ്, അതായത് NPV ഭയങ്കര വേരിയേഷൻസ് വരുന്നുണ്ട് മറ്റേതിനേക്കാളും, പ്രൊജക്റ്റ് എക്സിനേക്കാളും. അപ്പോൾ അതാണ് മോസ്റ്റ് റിസ്കി പ്രൊജക്റ്റ്. പക്ഷേ അതേസമയം ഹൈ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് പ്രൊജക്റ്റ് വൈ ആണ്. കാരണം പ്രൊജക്റ്റ് വൈയിലെ ഒപ്റ്റിമിസ്റ്റിക് കണ്ടീഷൻ പ്രകാരം 41,450 NPV കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രൊജക്റ്റ് എക്സിൽ അങ്ങനെ ഒരു NPV കിട്ടുന്നേ ഇല്ല. അപ്പോൾ ഇവിടെ മാനേജ്മെൻ്റ് ആണ് ഡിസിഷൻ എടുക്കേണ്ടത്. അവർ ഹൈ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് ഹൈ റിട്ടേൺസ് കിട്ടുന്ന പ്രൊജക്റ്റ് വൈ എടുക്കാം. അതല്ല, റിസ്ക് കുറഞ്ഞ NPV ഉറപ്പുള്ള അല്ലെങ്കിൽ സ്റ്റേബിളായിട്ടുള്ള ഒരു NPV കിട്ടുന്ന പ്രൊജക്റ്റാണ് അവരെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് പ്രൊജക്റ്റ് എക്സ് എടുക്കാം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ ഡിസിഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, കമൻറ്റാണ് നമ്മളതിന് കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ്റെ താഴെ ആൻസറിലുണ്ട്, ആ കമൻറ്റ് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ 2 മെത്തേഡ്സ്, സെർട്ടൈനിറ്റി ഇക്വലൻറ്റ് മെത്തേഡും പിന്നെ സെൻസിറ്റിവിറ്റി അനാലിസിസ് മെത്തേഡ്. 2 മെത്തേഡിലെയും പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടും പ്രീവിയസ് ഇയറിൽ സെക്ഷൻ സിയിൽ essay ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.